ഒരു 10 മിനിറ്റ്സ് എക്സ്ട്രാ സ്ലീപ്പിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ച് റോട്ടിൽ കിടന്നുകൂടി ലൈഫ് റിസ്ക് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടോ? ഞാൻ ആ ടൈപ്പ് ഒരാളാണ്. ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഡ്യൂട്ടിക്ക് എന്നപ്പോഴാണ് അവിടെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ട്രെയിനിങ് ആണിത്. അപ്പോൾ അവരതിനോടനുബന്ധിച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് നടത്തി ആൻറ്റി ഡ്രഗ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് വെച്ചിട്ട് ഒരു മൈം ചെയ്തു. അത് കണ്ടപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് ലൈഫിനെ കുറിച്ച് ഓർത്തത്. ഞങ്ങളും ഇതുപോലെ റോൾ പ്ലേ, ഹെൽത്ത് പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളുകളിലും പിന്നെ ഒരു വട്ടം സൺഡേ കുർബാന കഴിഞ്ഞപ്പോൾ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ പോയി ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്, ഹെൽത്ത് പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ കൊല്ലത്തെയും വേൾഡ് ഹെൽത്ത് ഡേ റിലേറ്റഡ് ആയിട്ട് WHO തീം വെച്ചിട്ടുള്ള ഹെൽത്ത് പ്ലേയിൽ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതുവരെ ഫസ്റ്റ് മേടിച്ചിരുന്ന ബാച്ചുകാർ ബീറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഡിസ്ട്രിക്റ്റിൽ പോയി. എല്ലാ കൊല്ലം ഫസ്റ്റ് മേടിക്കാറുള്ള വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ ബീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫസ്റ്റ് കിട്ടി. എന്നിട്ട് ഞങ്ങൾ സോണലിൽ പോയി. സോണലിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എന്നാലും ഞങ്ങൾക്ക് അതൊക്കെ വളരെ രസമുള്ളൊരു ഓർമ്മയാണ് ഇന്ന് ആലോചിക്കുമ്പോൾ. അത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ഞങ്ങളുടെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള നിർമ്മലയായിരുന്നു. നിർമ്മലയുടെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനും അവളുടെ സ്ക്രിപ്റ്റൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ആ ഹെൽപ്പ് പ്ലേ കംപ്ലീറ്റ് ചെയ്തത്. ഞങ്ങൾ നെറ്റോ എന്നാണ് അവളെ വിളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും സൂപ്പറായിട്ടുള്ള സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ, നിർമ്മല, രമ്യ, അങ്ങനെ ഞങ്ങൾ 3 പേരാണ് ആ ഹെൽപ്പ് പ്ലേ ചെയ്തത്. ഞങ്ങളുടെ ബാച്ചിലെ ബാക്കി എല്ലാവരും അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ചാർട്ട്സ് ഉണ്ടാക്കാനും അതിനെ പ്രസൻറ്റ് ചെയ്യാനും സ്റ്റേജ് ക്ലിയർ ചെയ്യാനും സ്റ്റേജ് റെഡിയാക്കാനൊക്കെ ഞങ്ങളുടെ ബാച്ചിലെ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഓർക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതൊക്കെ എന്തൊരു നല്ല സമയങ്ങളാണ്. കുറേ പഠിക്കാനുണ്ടാകും, കുറേ അസൈൻമെൻറ്റ് എഴുതാനുണ്ടാകും. പക്ഷെ അതല്ലാതെ വേറെ ഒന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. വേറെ ഒന്നും ഉണ്ടാകാനുള്ള സമയം കിട്ടാറില്ല. അസൈൻമെൻറ്റ്സ് എഴുതുന്നു, തിരുത്തുന്നു, അസൈൻമെൻറ്റ്സ് എഴുതുന്നു, തിരുത്തുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ എന്തോർക്കാനാണ്? അന്ന് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, ഞാൻ ജോലി ചെയ്യുമോ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഈ കുട്ടികളിൽ തന്നെയാണെങ്കിലും 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് PSC എഴുതി കിട്ടിയതാണോ എന്നൊക്കെ. അല്ലാതെ ബാക്കി എല്ലാവരും അവരുടേതായ പ്രശ്നങ്ങളിലും അസൈൻമെൻറ്റ്സ് എഴുതിലൊക്കെ തന്നെയാണ്.